ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കറൻ്റ്ലി നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു എനർജി എന്താണ്, അവർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു തടസ്സം വരാനുണ്ടായ കാരണം എന്നുള്ളത് നോക്കാം. സ്പിരിച്വൽ സ്ട്രെങ്ത്, ഡെസ്റ്റിനി, ഇമോഷണൽ ലോസ്, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ്, സ്പിരിച്വൽ യൂണിയൻ. ഇവിടെ ഇപ്പോൾ ആരുടെയൊക്കെ എനർജീസ് ആണുള്ളതെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയാം. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ആ ഒരു ട്രേറ്റ് ഉള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നോർമലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ പറഞ്ഞ വാക്കുകൾ നിറവേറ്റാൻ കഴിയാത്ത രീതിയിൽ മാറിപ്പോയത് കൊണ്ടോ ഒരുപാട് തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടയിൽ നിന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ ഒരു കണക്ഷന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഇതിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾക്കൊരു ലെസൺസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതായിരിക്കണം. അതിപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വലിയുള്ള നമ്മൾ ആത്മീയ വളർച്ച എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പോലും തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് അകന്നു കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സിനെ കുറിച്ചായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളായിക്കോട്ടെ, അതുവരെയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടായിക്കോട്ടെ, എല്ലാത്തിനും ഒരു മാറ്റം വരുന്ന രീതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേറൊരു രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്കൊരു ആത്മീയമായിട്ടുള്ള ഉണർവ്, വളർച്ച അല്ലെങ്കിൽ പുതിയ ലെസൺസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും ആ വ്യക്തിയുടെ ആ ഒരു അതർ സൈഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ കാര്യങ്ങളൊക്കെ തരുന്നു. അങ്ങനെയുള്ളൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു ബന്ധമാണ്. ആ ഒരു സോൾ കണക്ഷൻ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഉള്ളിലുള്ള ആ ഒരു ബോണ്ടിങ് സ്റ്റിൽ നിലനിൽക്കുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു വേർപിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയോ ആയിരിക്കാം. വളരെ റീസെൻ്റായിട്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു അകൽച്ച ആയിരിക്കണം എന്നില്ല. അതിന് തക്കതായിട്ടുള്ള കാരണമോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറേയധികം ഒരു കാലപ്പഴക്കമോ ഒക്കെ നിങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ഇവിടെ നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള തടസ്സങ്ങളാണ് നിലനിൽക്കുന്നതെങ്കിൽ കൂടിയും അതിൻ്റെ പിന്നിലെല്ലാം തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ വന്ന ശേഷമായിരിക്കാം ടാരോ റീഡിംഗ് എന്നുള്ളൊരു കാര്യം പോലും ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പവറുണ്ട്
ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ഇങ്ങനെയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അത്രത്തോളം ഒരു സ്പെഷ്യലി ഡീപ്പ് ബോണ്ടഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങൾ ഇതിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് വെച്ച് പല കാര്യങ്ങളും ചിന്തിച്ച് കഴിഞ്ഞാൽ പോലും ഇത് കട്ട് ഓഫ് ചെയ്ത് പോകാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അത്രയേറെ ഒരു ബോണ്ടിങ് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു കണക്ഷനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിന് മുൻപുമൊക്കെ വേറെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും തോന്നാത്ത രീതിയിലുള്ള എന്തോ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അല്ലെങ്കിൽ പവർ ഈ ഒരു വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാവാം. അപ്പം അതുപോലെയുള്ള ഒരു ബന്ധമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാലപ്പഴക്കമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഇവരെന്തിനാ ഇത്രയും വർഷമായിട്ടൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ വഴിക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ പുറമെ നിന്ന ഒരാൾക്ക് ചിലപ്പോൾ പറയാൻ തോന്നിയെന്ന് പറയാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പല റിലേഷൻഷിപ്പിലും നിസ്സാര കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ പിണങ്ങി മാറാറുണ്ട്, അല്ലെങ്കിൽ പുതിയ ഒന്നിനെ കാണുമ്പോൾ അതിലേക്ക് പോകാറുണ്ട്. അതായത് വലിയൊരു വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇനിഷ്യൽ അട്രാക്ഷനായിട്ട് മാത്രം പോകുന്ന ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലെ മനസ്സിൽ കൊണ്ട് നടക്കുക, അതിനകത്ത് പല കാര്യങ്ങളും പോരായ്മകളും വ്യക്തിക്ക് പോരായ്മകളുണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊന്ന് പെട്ടെന്ന് ഇറക്കി വിടാൻ കഴിയാത്തവരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരാൻ കപ്പാസിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എനർജീസ് ആയിരിക്കും നിങ്ങളുടേത്. നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വേറെ എന്ത് കാര്യത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, തടസ്സമായിട്ട് എന്ത് കാര്യങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രവണത ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഈ ഒരു സൈക്കിൾ വിട്ട് പോകാത്ത ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിനി നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Fool, Queen of Wands, Victory, World, Judgment, Strength, Knight of Wands, Ten of Swords, Three of Swords, Star, Princess of Wands, Ten of Wands, Ten of Cups, Three of Pentacles, and Ace of Cups. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്പ്രെഡിലുള്ള പല കാര്യങ്ങളുടെയും റിഫ്ലക്ഷൻ ഇവിടെ കാണാം എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലിപ്പോൾ അകൽച്ചയിലായിട്ട് എത്ര നാളുകളോ ആയിക്കോട്ടെ, പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു ആത്മബന്ധം നിലനിർത്തി പോരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ അവർക്ക് തന്നെ അറിയണമെന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നതെന്നുള്ളത്. അപ്പം നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സൈക്കിളാണ്, നമ്മൾ നേരത്തേലും പറഞ്ഞു, ആ ഒരു സൈക്കിൾ വിട്ട് പുറത്ത് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഇപ്പം നമ്മളുടെ മുജ്ജന്മങ്ങളിലാണെന്നുണ്ടെങ്കിലുള്ള ആ ഒരു ചിലപ്പോൾ കർമ്മങ്ങൾ വീടിയിട്ടുണ്ടാവില്ല. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ വീണ്ടും ഒന്നിക്കാനുള്ള ആ ഒരു എനർജി ഇവരുടെ ഉള്ളിലും
ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രേരക ശക്തി ഇവരുടെ ഉള്ളിലുള്ളതായിട്ട് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പം നിലവിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവരുടെ ലൈഫിലോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരെവിടെയെങ്കിലും സ്റ്റക്കായിരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലൈഫുമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടായെന്ന് വരാം. പക്ഷേ എങ്കിൽ കൂടിയും ഈ പറഞ്ഞ ഒരു എനർജി അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല ഇതൊരു കപ്പിൾ എനർജിയാണ്, അങ്ങനെയുള്ള ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ളൊരു അട്രാക്ഷനും കാര്യങ്ങൾക്കും ഇത് നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല രീതിയിലുണ്ടായെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അങ്ങനെയുള്ളൊരു ചായ്വോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് നിന്നു എന്ന് വരാം. സ്റ്റിൽ നമുക്കിവിടെ നോക്കുമ്പോൾ പോലും കാണാം ആ ഒരു ഫയറി നേച്ചർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. കാരണം നമ്മൾ ആളി കത്തുക എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ താല്പര്യമൊക്കെ തോന്നുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇമോഷൻസ് പോലും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാം. അത്രയും ഈ ഒരു ആളി കത്തുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, ഒരു സംയമനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പറയുന്ന പോലെയുള്ളൊരു ശ്രമം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് ഒരു പക്ഷേ നീണ്ടു പോകുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നോ കോൺടാക്റ്റിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ അകൽച്ചയിലേക്ക് പോകുന്നു. പക്ഷെ അതിന് തിരിച്ചു വരാനായിട്ടുള്ളൊരു ശ്രമം വേണം, അല്ലെങ്കിൽ വീണ്ടും സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണം. പക്ഷേ ഒരുപാട് താല്പര്യം തോന്നിയാലും അല്ലെങ്കിൽ മനസ്സ് എത്രത്തോളം മുൻപിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ നമ്മൾ കടിഞ്ഞാണിട്ട് നിർത്തുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞതുപോലെ നിൽക്കുമ്പോൾ അവിടെ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് സ്റ്റക്ക് ആവുകയാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ഒരു ബാരിയർ അവിടെ തന്നെ നിൽക്കും. അപ്പോൾ എന്തിനോ വേണ്ടി ഈ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അത്രയും ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളും ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ലോസ്, നഷ്ടബോധം, വിഷമം ഒക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും ഈ പറഞ്ഞ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ കാണാം. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെയുള്ള ഒരു തടസ്സമായിരിക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒബ്ജക്ഷൻ ആയിരിക്കാം. സ്റ്റിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം അവർക്കൊരു ഹെവി ബേർഡനായിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അവരെ മാനസികമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ കാണാം. പക്ഷെ ആ ഒരു വേദനയാണെന്നുണ്ടെങ്കിൽ പോലും അതവർ ആരോടും പറയാതെ ചിലപ്പോൾ സഫർ ചെയ്യുന്നൊരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അതെല്ലാം അവരുടെ ഒരു ഇമോഷൻസ് നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അവർ തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോന്നലുകൾ വരുമ്പോൾ അതൊന്ന് സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത്രയേറെ ആ ഒരു പേഴ്സൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പുഷിങ് അവർക്ക് നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. പക്ഷേ മറ്റു ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള പ്രേരണ കൊണ്ടോ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമ്മൾ ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വന്തം കാര്യത്തിലേക്ക് മാത്രം നോക്കി പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സെൽഫിഷായിട്ട് പോയവരെ കാണാം. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ചോയ്സിൻ്റെ പുറകെ പോയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓരോ തടസ്സമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വരുന്ന ആ ഒരു സ്റ്റക്നെസ് ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലെല്ലാം തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം, പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ തടസ്സം വരുന്നത്. അതിപ്പോൾ നമ്മളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുന്നിലേക്ക് വിടാൻ സാധിക്കാത്ത തരത്തിൽ ഒബ്ജക്ഷൻസ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് നിൽക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല എത്രയൊക്കെ ഇവിടെ ഒരു അകൽച്ച കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ വന്നു കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന ഒരു എനർജിയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത്.
അതുകൊണ്ടാണ് സാധാരണ പോലെ കടന്നു പോകാൻ കഴിയാത്തത്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുണ്ട്, നിങ്ങൾക്ക് യൂഷ്വൽ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ഇതൊരു വേദനയായിട്ട് നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്. ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതുപോലെ തന്നെയുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ആ ഒരു പെയിൻ ആ ഒരു പേഴ്സണും ഒരു ഭാഗത്തിരുന്ന് അനുഭവിക്കുന്നുണ്ടാവാം. കാരണം അങ്ങനെ നിങ്ങളിത് രണ്ടുപേരും ഓക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല പോയി, അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതൊരു യൂഷ്വൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാറ്റേണിലേക്ക് പോകും. അപ്പോൾ അതങ്ങനെ പോവാതിരിക്കുന്നത് പോലും അതിനതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാലിൽ ബന്ധിച്ചിട്ടുള്ള ആ ഒരു ചരട് എന്താണോ അത് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് ഇവരിൽ വളരെ ശക്തമായിട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണോ എന്ന് വെച്ചാൽ അതുമല്ല, നമുക്കിവിടെ കാണാം ഇമോഷണലിയും അവർ നിങ്ങളുമായിട്ട് ടൈഡപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അകന്നിരിക്കുമ്പോൾ ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു ഡെപ്തും ഒന്നും അവർക്ക് തോന്നണമെന്നില്ല. നിങ്ങൾക്കും ആ ഒരു തോന്നലുണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതാണ്. ഇപ്പോൾ സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഗ്യാപ്പ് വന്നിട്ട് എത്ര നാളോ ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഇത് തരണം ചെയ്ത് മുന്നിലേക്ക് പോകും എന്നുള്ള ആ ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ഉണ്ടാവും. ഈ ഒരു അകൽച്ച താൽക്കാലികമാണ്, കുറച്ച് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിലും ഒരു ചിന്ത ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹീലിംഗ് എനർജി, ഒരു ഹോപ്പ്, ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഉള്ളിലുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ കൈവിട്ട് പോവില്ല, ഇത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആ ഒരു ഡിവൈൻ ടൈമിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ഒന്ന് ചേരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവാം. ഈ ഒരു പേഴ്സൺ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അകന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു തടസ്സം കൊണ്ടായിക്കോട്ടെ, പക്ഷേ ഇതിനൊരു മാറ്റം അനിവാര്യമാണ്, മാറ്റം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ വിചാരിച്ചിട്ട് പോലും അവർക്ക് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അവർ ഒരുപാട് നിയന്ത്രിച്ച് നിർത്താനായിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ തന്നെ അവർ മെരുക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു ടേമിങ് എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി അവരുടെ ഒരു മൈൻഡ് സെറ്റിന് തന്നെ കടിഞ്ഞാണിടുന്ന, അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തുന്നൊരു അവസ്ഥയാണ്. എങ്കിലും ആ ഒരു താല്പര്യം അത്രത്തോളം നിങ്ങളോടുള്ള ഒരു പേഴ്സണാണ് എന്നുള്ളത് നമുക്ക് കാണാം. അവർക്ക് ഈ ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കണക്ഷനാണിത് എന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് പല ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഒരിക്കലും ഈ ഒരു പേഴ്സണെ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ മനസ്സിന് അതിനകത്തേക്ക് ഒരു ചായ്വുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ നേരെ തിരിച്ച് അവർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നുന്ന ഒരു എനർജീസ്, അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയൊക്കെ അകലത്തിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ കണ്ടതുപോലെ തിരിച്ചു വരുന്ന ഒരു എനർജീസാണ് നിങ്ങളുടേത് എന്നുള്ളത് കൂടി ഇവിടുന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഇതിൻ്റെ ഒരു പെയിനും ഹോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇതിൽ തന്നെ ആ ഒരു ലോസ് ഫീലിങ്ങിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കാതിരിക്കുക. നിങ്ങൾ ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഭാരം എന്താണോ അത് അവിടേക്ക് കൊടുക്കുക. വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. വളരെ ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കുക. ഒരു മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കെട്ടുപാടുകളോ അല്ലെങ്കിൽ ആ ഒരു പെയിനോ ഒക്കെ നിങ്ങൾ പിടിച്ച് ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളൊരു ട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ വളരെ സ്വതന്ത്രമായിട്ടിരിക്കാനായിട്ട് കഴിയണം. അല്ലാത്തപ്പോഴാണ് നമ്മൾ ആങ്സൈറ്റി, ഫിയർ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്താവും, നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു യൂണിവേഴ്സിലേക്ക് അത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഒരു ഫ്ലോട്ടിംഗ് മൈൻഡ് എന്ന് പറയുന്ന പോലെ നമ്മളുടെ മനസ്സിനെ ആ ഒരു ഭാരം കുറഞ്ഞ രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ തന്നെ പോവുക. തീർച്ചയായിട്ടും ഡിവൈൻ ടൈമിങ്ങിൽ എന്താണ് നിങ്ങൾക്കിടയിലുള്ള തടസ്സം, ഇവിടെ ഈ ഒരു ഭൂമിയിൽ എന്ത് തടസ്സം വേണമെന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 8, നമ്പർ 17, നമ്പർ 20 ആൻഡ് നമ്പർ 21. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, ലിയോ,
സ്കോർപിയോ ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷെ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു കണക്ഷനും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് അകൽച്ചയായിട്ട് കുറച്ചധികം നാളുകളാണെന്നുണ്ടെങ്കിൽ പോലും അത് വിട്ട് കളയാൻ പറ്റാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ആ ഒരു മെൻ്റലി ആ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു അകൽച്ചയിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിലൂടെയൊക്കെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. അല്ലാതെ നിങ്ങളോടൊക്കെ ഒരു കാര്യങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് തിരിച്ചു വരുത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ സംഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരിക്കലും ഇത് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ദി എൻഡ് എന്ന് പറഞ്ഞ് കട്ടായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി അല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.